അപ്പോൾ ഇതാട്ടോ ട്രേഡിംഗ് ആപ്പ്. അതായത് ഞാൻ നിങ്ങളോട് ട്രെയിൽ നോക്കാൻ പറഞ്ഞില്ലേ, ആ ആപ്പാണ് ഇത്. ഇത് നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ പറഞ്ഞത് നമുക്ക് കുറേ നല്ല ഉപകാരമുള്ളത്, അതായത് ട്രേഡിങ് നല്ല നല്ല ഇൻഡിക്കേറ്റർസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് മെയിനായിട്ടുള്ളത് ഈ ഒരു ഇതിലാട്ടോ, ഈ ഒരു ആപ്പിലാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ വേണ്ട, നമുക്ക് അതൊക്കെ വിടാം. നമുക്ക് നമ്മളെ കണ്ടന്റ് എടുക്കാം. ഓക്കെ, ഈ ട്രേഡിംഗ് വ്യൂ എന്നാണ് ഇതാ ഈ ഒരു ആപ്പ് കണ്ടില്ലേ, ട്രേഡിംഗ് വ്യൂ. അത് കുറേ കിട്ടുന്ന എന്താ നമുക്ക് കുറേ എന്തൊക്കെയാണ് എങ്ങനെ എടുക്കേണ്ടത് എന്താ പറഞ്ഞുതരാൻ. അത് നമുക്ക് ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ട് കേട്ടോ. ഇത് ഡൗൺലോഡ് ആക്കാം. ഡൗൺലോഡ് ആക്കിയിട്ട് ആൻഡ്രോയിഡിലും ആപ്പിളിലും ഇങ്ങനെ തന്നെ ഇരിക്കാം കേട്ടോ. സെയിം തന്നെ ഇരിക്കാരം, ഇൻ്റർഫേസ് തന്നെ ഇരിക്കാരം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാരം വരിക, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ, അതായത് അല്ലെങ്കിൽ ഗ്രാഫോ അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കാരം വരിക. ഞാൻ ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരിക. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ ഈ ബിറ്റ് കോയിൻ ഇതാ ഈ ഒരു താഴെ ഭാഗത്തേക്ക് കാണുക. അത് നമ്മൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, അതായത് ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ നിങ്ങൾ, ആ പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ നമ്മളെ ഇത്, അതായത് നമ്മൾ ഏതിലേക്ക് ട്രേഡ് എടുക്കുക ആ സംഭവങ്ങൾ നമുക്കിവിടെ വാച്ച് ലിസ്റ്റിലിടാം. അതായത് പ്ലസ് ഐക്കണിൽ ഇട്ടിട്ട് വാച്ച് ലിസ്റ്റിലിടാം. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ആണ് ഗോൾഡിൻ്റെ. ബിറ്റ് കോയിൻ ഇത് വെക്കും, റണ്ണിങ് ആണ്. അപ്പോൾ ബിറ്റ് കോയിൻ നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ബിറ്റ് കോയിൻ ഈ കിടക്കണം മൂന്നാമത്തെ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് എന്താ പറയുക മാർക്കറ്റ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ പറഞ്ഞതിന്. അതായത് XAU USD, BTC USD, ഈ രണ്ട് മാർക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ ഈ ഗോൾഡാണ് ഇതല്ല, ഇതാ ഈ BTC USD, ഈ മൂന്നാമത് കിടക്കണേ BTC USD എന്നുള്ള എടുക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ 1,17,600 എത്രയായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾ, 1,18,263, അതായത് ഒരു 600 പിപ്സ് നമുക്ക് മുകളിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇക്കാരം വരിക, ചിലവർ ഇങ്ങനെ ഇക്കാരം വരിക. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ്, അതായത് ഈ ട്രേഡ് എന്നുള്ള ഭാഗം ഉണ്ടാവും. പിന്നെ ഇവിടെ ട്രേഡ് എന്നുള്ള ഭാഗം ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഐക്കൺ കാണാം, ഒരു സ്ക്രീന് വലുതാക്കണ പോലെ ഒരു ഐക്കൺ. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കാണാൻ സാധിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഗ്രാഫ്സ്. അതായത് ഞാൻ ഗ്രാഫ് എങ്ങനെ എടുക്കുക പറഞ്ഞില്ലേ, ഇതാണ് ഗ്രാഫ്സ്. ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്ത് എങ്ങനെ പഠിക്കാം. അതായത് നമുക്ക് ബൈ സെല്ലും ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് ബ്ലാക്ക് തീം ആയതുകൊണ്ട് അങ്ങനെ ഇത് ബൈ, ഇത് സെൽ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതുമല്ല നമ്മൾ ബൈ സെൽ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ബൈമ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ബ്രോക്കേഴ്സാണ്. അതായത് ഇത് ഫൈൻഡ് ബ്രോക്കർ എന്നുണ്ടോ, ഞാൻ നിങ്ങളോട് ബ്രോക്കറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഫണ്ട് അക്കൗണ്ട് കിട്ടിയിട്ട് നോക്കാം കേട്ടോ. എന്താ പറയുക, ഇതിൽ ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്കിതിൽ ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ട്രേഡ് വ്യൂ തന്നെ അവരിൽ ജസ്റ്റ് ട്രെയിൽ നോക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് വ്യൂവിൻ്റെ തന്നെ ഒരു ബ്രോക്കർ ഉണ്ട്. പേപ്പർ ട്രേഡിംഗ് പറഞ്ഞ ഒരു ബ്രോക്കറാണ്, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഫ്രീ ആയിട്ട് നമുക്ക് അതിൽ ഡെമോ ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ബ്രോക്കർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുമ്മ നിൽക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ, അതായത് നമ്മളെ ഇമെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ID വെച്ചിട്ടോ അതിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാം. ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ആവും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇമെയിലിൻ്റെ ജസ്റ്റ് പാസ്വേഡ് ജസ്റ്റ് കണ്ടിന്യൂഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാര്യങ്ങളല്ലേ, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രോക്കർ സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇനി കിടന്നതിന് ശേഷം നമ്മളിവിടെ ബിറ്റ് കോയിൻ അതായത് ഇനിയിപ്പോൾ സെർച്ച് ആണെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് ഈ BTC USD എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, സെർച്ച് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഐക്കൺ, അതായത് ഒരു നമ്മൾക്കൊന്നും കൂടി ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യാം.
അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇങ്ങനെ വരും. അതായത് ഗ്രാഫ് ഇവിടെ അതായത് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, ആ ഒരു മെത്തേഡ് വരും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു 1 ഡേ, അതായത് ഡേ 1. ഈ ഡേ 1 എന്നുള്ളത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മിനിറ്റ്സ് ഉണ്ടാവും, അതായത് മിനിറ്റ്സ് ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോട് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ഈ ഒരു 4 മിനിറ്റ്സുകളാണ് ഞാൻ നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. എക്സാമ്പിൾ നമുക്കൊരു 3 മിനിറ്റ്സ് എടുക്കാം. ഓക്കെ, 3 മിനിറ്റ്സ് എടുത്തു. ഇവിടെ നല്ല ഇവിടെ പമ്പിങ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ട, അതായത് നമ്മൾക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ട്രേഡ് എടുത്തിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു $100 പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യണം. സാരമില്ല, നെക്സ്റ്റ് നോക്കാം. പിന്നെ അതുപോലെ ഇങ്ങനെ ഗ്രാഫാണ് കാണിക്കും. എന്നിട്ട് നമ്മൾ ബൈ കൊടുക്കുക, അതായത് ഈ കാണുന്ന ബൈ സെൽ, അതായത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബൈ ആണ്. അപ്പോൾ ബൈ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഇത് കണക്റ്റ് കൊടുക്കണം കേട്ടോ, അതായത് ഈ പേപ്പർ ട്രേഡിങ്ങിൻ്റെ ബ്രോക്കറായിട്ട് നമ്മൾ കണക്റ്റ് കൊടുക്കണം. കണക്റ്റ് കൊടുക്കുക, അവിടെ കണക്റ്റായി. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓപ്ഷൻ, അതായത് ആ ഒരു ഷെയ്ഡ് കുറഞ്ഞിട്ടേക്കാരം ആദ്യം കണ്ടിന്ന് തോന്നുന്നു. അതായത് ആദ്യം കണ്ടിരുന്നത്, അതായത് ഈ ബൈയും സെല്ലും ഉള്ള സൈഡ് നമ്മളത് ഒരു ബ്ലിങ്ക് ആയിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതങ്ങനെ വന്നു. അതിന് ശേഷം ഞാൻ ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യാം. ബൈ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് നമ്മൾ ട്രൈ നോക്കുകയാണ്. ഇവിടെ 1 വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. 1 ആണ്, ഏതെങ്കിലും കുഴപ്പമില്ല, 1 വെച്ചിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ബൈ കൊടുക്കുക, അതായത് അവിടെ നമ്മൾ ഓൾറെഡി 1 സെറ്റ് ചെയ്യുക. ഇവിടെ ബൈ കൊടുക്കുക, അതായത് യൂണിറ്റ് എന്നുള്ള അവിടെ നമ്മൾ നമുക്ക് ക്വാണ്ടിറ്റിയാണ്, അതായത് ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്നുണ്ട്, അതാണ് നമ്മൾ ജസ്റ്റ് 1 കൊടുക്കുക. ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സെൻഡ് എന്ന് കൂടിയും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഓർഡർ മാർക്കറ്റ്, ഓർഡർ റിജക്റ്റ് ആണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ അത്ര ബാലൻസ് വെച്ചിട്ടില്ല, അതാ തോന്നുന്നത്. ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടോ കേട്ടോ. അപ്പം നമ്മൾ മറ്റേ എന്താ എല്ലാ അക്കൗണ്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്നെ ആ ട്രേഡ് പ്ലേസ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബൈ കൊടുത്തു, അതായത് ഇവിടെ ബൈ ക്ലിക്ക് ചെയ്തു. ക്വാണ്ടിറ്റി 1 ബൈ, അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത് ബൈ ഓപ്ഷൻ ഉണ്ട്. ആ ബൈ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, സെൻഡ് അടിക്കുക. സെൻഡ് അടിക്കുമ്പോൾ അവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓർഡർ പ്ലേസ് ആയത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രെയിൽ ഇതെല്ലാവരും നോക്കട്ടോ. ഇവിടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഓർഡർ പ്ലേസ് ആയതിനു ശേഷം നമുക്ക് ആദ്യം വെക്കേണ്ട എന്താ, സ്റ്റോപ്പ് ലോസ്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് ആ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബൈ ചെയ്തതല്ലേ, അപ്പോൾ ബൈ ചെയ്ത ഇതാണ് നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് മുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കണ്ടേ താഴേക്ക്. ഈ സ്റ്റോപ്പ് ലോസിനെ വലിച്ചിട്ട് നമ്മൾ താഴെ കൊണ്ടുപോയി വെക്കുക. അതായത് ഈ ഒരു എവിടെ ഞാൻ സ്റ്റോപ്പ് ലോസിൻ്റെ ഇത് പറയും, അതായത് ഗ്രാഫ് എവിടെ വെക്കേണ്ടത് പറയും. നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ കൊണ്ടുപോയി വെക്കുക. കൺഫേം കൊടുത്തിട്ട് പ്ലേസ് ചെയ്യുക. കൺഫേം കൊടുക്കുക, നമ്മൾ ഓർഡർ അവിടെ പ്ലേസ് ചെയ്യുക സ്റ്റോപ്പ് ലോസിൻ്റെ. അടുത്ത് ടേക്ക് പ്രോഫിറ്റ് വെക്കുക, അതായത് TP എന്ന് കാണുന്ന ഈ കാണുന്ന TP ടേക്ക് പ്രോഫിറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക. ടേക്ക് പ്രോഫിറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. കൺഫേം എടുക്കുക. ടേക്ക് പ്രോഫിറ്റ് കൺഫേമായി. എന്നിട്ട് നമ്മളെ ഗ്രാഫിന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്ന നോക്കുക. അതായത് ഗ്രാഫ് ഇപ്പോൾ ഡൗൺ ട്രെൻഡൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പ് ട്രെൻഡിങ് മൂവ് ചെയ്തിട്ട്, അതായത് നമുക്ക് അപ്പ് ട്രെൻഡിക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ വെച്ചിരുന്ന ടാർഗറ്റ് $333 അത് നമുക്ക് $333 നമുക്ക് കിട്ടും. ഇനി അഥവാ സ്റ്റോപ്പ് ലോസ് ഞാൻ ജസ്റ്റ് ട്രെയിൽ കാണിച്ചു തരാം. ഇനി അഥവാ ഈ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് നേരെ ഡൗണിക്കാണ് വന്നത്, ഇങ്ങോട്ടാണ് പോയിച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ട് $94 മൈനസ് ആവുള്ളൂ. അഥവാ അതിന് നേരെ നമ്മൾ സ്റ്റോപ്പ് ലോസ്, അതായത് സ്റ്റോപ്പ് ലോസ് ഇല്ല വിചാരിച്ചോ, നമ്മൾ ഗ്രാഫ് ഒരു എക്സാമ്പിൾ പറയാം, ഇതുവരെ പോയി.
ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോസ് എന്ന് പറഞ്ഞത് $291 ലോസ്. അപ്പോൾ അത്രയും അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നല്ലപോലെ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലേ? ജസ്റ്റ് എല്ലാവരും ഒന്ന് പറയട്ടോ, ഗ്രൂപ്പിലൊന്ന് എല്ലാവരും ഒന്ന് പറയാം. ഓക്കെ.